ഒന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സി ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ആർട്ടിക്കിൾ 20 മുതൽ ആർട്ടിക്കിൾ 30 വരെയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 29 രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമല്ലാത്തത് ഏത്? എ സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, ബി ബ്രഹ്മസമാജം സ്ഥാപിച്ചു, സി സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു, ഓപ്ഷൻ ഡി ഒഡീഷയിൽ ജനിച്ചു. ഏതാണ് രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. അദ്ദേഹം ജനിച്ചത് എവിടാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചത് 1815 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത് 1825. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കിയത് വില്യം ബെന്റിക്കാണ്. എന്നാൽ സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. മൂന്നാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ബി ധർമ്മരാജ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി പഴശ്ശിരാജ. ആരാണ്? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ആത്മാറാം പാണ്ഡുരംഗ്, ഓപ്ഷൻ ബി വീരേശലിംഗം, ഓപ്ഷൻ സി EV രാമസ്വാമി നായ്ക്കർ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ആരാണ്? ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെയാണ്. സത്യശോധക സമാജ് സ്ഥാപിച്ചതെന്നാണ്? 1873 എവിടാണ് സ്ഥാപിക്കുന്നത്? പൂനെയിലാണ് സ്ഥാപിക്കുന്നത്. ഗോവിന്ദറാവ് ഫുലെ എന്ന് അറിയപ്പെട്ടത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളാണ്, ഒന്ന് ഗുലാംഗിരിയും 2 ഇഷാരയും. സത്യശോധക സമാജത്തിൻ്റെ മുഖപത്രമാണ് എന്ത്? ദീനബന്ധു. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? എ മന്നത്ത് പത്മനാഭൻ, ബി TK മാധവൻ, സി AK ഗോപാലൻ, ഡി K കേളപ്പൻ. ആരാണ്? ഓപ്ഷൻ ബി TK മാധവനാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് 1925. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23.
തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1928. ആറാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ കെ രാമകൃഷ്ണപിള്ള, ബി സുബ്രഹ്മണ്യ അയ്യർ, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്ഥാപിതമായത് 1905 ജനുവരി 19 പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ളയാണ്. 1910 തിരുവിതാംകൂർ സർക്കാർ പത്രം നിരോധിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതല്ല? എ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു, ബി സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സി മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, ഡി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു. എന്നാണ് സ്ഥാപിക്കുന്നത്? 1836. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളായിരുന്നു. വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച മതം അറിയപ്പെടുന്നത് അയ്യാവഴി എന്നാണ് അറിയപ്പെടുന്നത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽത്താങ്കൽ എന്നാണ്. അദ്ദേഹം നിർമ്മിച്ച പൊതുക്കിണർ അറിയപ്പെടുന്നത് മുന്തിരിക്കിണർ എന്നാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? എ നിയമലംഘന സമരം, ബി നിസ്സഹകരണ സമരം, സി ക്വിറ്റ് ഇന്ത്യ സമരം, ഡി റൗലറ്റ് സത്യാഗ്രഹ സമരം. ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942. ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസിഫ് അലിയാണ്. ഒമ്പതാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? എ ലാലാ ലജ്പത് റായ്, ബി ദാദാഭായ് നവറോജി, സി ബാലഗംഗാധര തിലക്, ഡി ബിപിൻ ചന്ദ്രപാൽ. ആരുടെയാണ്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയുടെയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയതും ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പത്താമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരെന്ത്? എ റൗലറ്റ് ആക്ട്, ബി വെർണാക്കുലർ പ്രസ് ആക്ട്, സി റെഗുലേറ്റിംഗ് ആക്ട്, ഡി ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. ഏതാണ്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് ആണ്. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919 ഫെബ്രുവരിയിലാണ്. എന്നാൽ ഇത് നിലവിൽ വന്നതെന്നാണ് 1919 മാർച്ച് 10 റൗലറ്റ് നിയമത്തെ ഗാന്ധിജി കരി നിയമം എന്ന് വിശേഷിപ്പിച്ചു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമവും ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്.
11ാമത്തെ ചോദ്യം. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ബി കോഴിക്കോട്, സി പാലക്കാട്, ഡി ഇടുക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ്. 12ാമത്തെ ചോദ്യം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ ആനമുടിച്ചോല, ബി സൈലന്റ് വാലി, സി പെരിയാർ, ഡി ഇരവികുളം. ഏതാണ്? ഓപ്ഷൻ ഡി ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏത് തന്നെയാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. 13ാമത്തെ ചോദ്യം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഇത് സ്ഥാപിതമായതെന്നാണ്? 1907 സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1913 മുതലാണ്. സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററാണ് ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി. 14ാമത്തെ ചോദ്യം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ എ ചാന്നാർ കലാപം, ബി പഴശ്ശി കലാപം, സി ആറ്റിങ്ങൽ കലാപം, ഡി മലബാർ കലാപം. ഏതാണ്? സി ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ്? അത് 1723. 15ാമത്തെ ചോദ്യം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ എ ആര്യ സമാജം, ബി ഹിതകാരിണി സമാജം, സി അരയ സമാജം, ഡി പ്രാർത്ഥനാ സമാജം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി അരയ സമാജമാണ്. അരയ സമാജം സ്ഥാപിച്ചതെന്നാണ്? 1907. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച മറ്റ് സഭകളാണ് കൊച്ചി പുലയ സഭയും കല്യാണദായിനി സഭയും സന്മാർഗ പ്രദീപ സഭയും ജ്ഞാനോദയം സഭയും. 16ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്, ബി ഇംപീരിയൽ ബാങ്ക്, സി ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ഡി ചാർട്ടേഡ് ബാങ്ക്. ഏതാണ്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക് എന്നാണ് സ്ഥാപിതമായത്? 1899. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? അപ്പു നെടുങ്ങാടിയാണ്. 2003 നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ചു. 17ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. എ ഫ്രഞ്ച് വിപ്ലവം, ബി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, സി റഷ്യൻ വിപ്ലവം, ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഫ്രഞ്ച് വിപ്ലവം എന്നാണ് നടന്നത്? 1789. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. റഷ്യൻ വിപ്ലവം നടന്നത് എന്നാണ്? 1917. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ്? 1775. അപ്പോൾ എങ്ങനെ വരും? ഒന്നാമത്തത് എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1. രണ്ടാമത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മൂന്നാമത്തത് ഫ്രഞ്ച് വിപ്ലവം. നാലാമത് എന്ത് വരും? റഷ്യൻ വിപ്ലവം. 18ാമത്തെ ചോദ്യം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ്
ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ രാജസ്ഥാൻ, ബി ആസാം, സി ബീഹാർ, ഡി മഹാരാഷ്ട്ര. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആസാം. 19ാമത്തെ ചോദ്യം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി പഴമെന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഓപ്ഷൻ എ ഡൽഹി, ബി അവധ്, സി ബംഗാൾ, ഡി മദ്രാസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി അവധാണ്. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഹിമാലയം, ബി പശ്ചിമഘട്ടം, സി മേഘാലയ പീഠഭൂമി, ഡി പൂർവഘട്ടം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി പശ്ചിമഘട്ടമാണ്.